ലൈവ് ക്ലാസ്, ലൈവ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പുതിയ ആളുകളോടാണ് ചോദിക്കുന്നത്. പുതിയ ആളുകളിൽ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ആൻസർ പറഞ്ഞാൽ മതി. എന്തിനാണ് ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നത് എന്നുള്ള ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ലൈവ് ക്ലാസ് അല്ലെങ്കിൽ ലൈവ് ലിങ്ക് മാത്രമാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ മീറ്റിംഗ് എന്നുള്ള പുതിയ ആളുകൾ, റീസെന്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ സാറ്റർഡേ ജോയിൻ ചെയ്ത ആളുകൾ ഒന്ന് പെട്ടെന്ന് പറയട്ടോ. ഇന്നത്തെ മാർക്കറ്റ് അനലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇന്നത്തെ മാർക്കറ്റ് അനലൈസ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അനലൈസ് നമ്മൾ കഴിഞ്ഞിരുന്നു, മോർണിംഗിൽ കഴിഞ്ഞിരുന്നു, പ്രീ മാർക്കറ്റ് അനാലിസിസ് കഴിഞ്ഞിരുന്നു. പ്ലസ് ലൈവ് മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ എന്താണ് ലൈവ് മാർക്കറ്റ് സിഗ്നൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ, കണ്ടിരുന്നല്ലോ. അതുപോലെ അപ്പൊ ഇത് രണ്ടിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ എൻട്രികൾ എന്തായിരുന്നു, അല്ലെങ്കിൽ എൻട്രി എങ്ങനെയാണ് എടുത്തത്, ആ എൻട്രികളിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്താണ്, ലോസ് എന്താണ്, അതിൽ എൻട്രി പോയിന്റ് എന്താണ്, എക്സിറ്റ് പോയിന്റ് എന്തായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഈ അനാലിസിസിൽ ഇരിക്കുന്നത് അല്ലേ? ഇന്നലെ നമ്മൾ അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ നമ്മൾ ഓവറോൾ ഉള്ള ഒരു മാർക്കറ്റിന്റെ കണ്ടീഷൻ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ആയിരിക്കും നിങ്ങൾ എൻട്രി പോയിന്റ്, എക്സിറ്റ് പോയിന്റ്, അല്ലെങ്കിൽ നമ്മുടെ എൻട്രീസിനെ കുറിച്ചിട്ടൊക്കെ അനാലിസിസ് ചെയ്യുന്നത് കാണും. അപ്പോൾ നിങ്ങൾക്കൊരു ഡാറ്റ വേണമല്ലോ, നമ്മളിപ്പോൾ ഗ്രൂപ്പിൽ ഇട്ടതിന്റെ ഒരു ഡാറ്റ വേണമല്ലോ. ആ ഡാറ്റ ഞാൻ ആദ്യം തരാം. കാണുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവരും കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടതിന്റെ റിസൾട്ടാണ് കാണുന്നത്. ലോട്ട് സൈസ് സ്റ്റാൻഡേർഡ് ലോട്ടാണ്. പുതിയ ആളുകൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, സ്റ്റാൻഡേർഡ് ലോട്ടിലാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ലോട്ടിലാണ് നമ്മൾ റിസൾട്ട് ഇടുന്നത്. അതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. അല്ലെങ്കിൽ 0.01 ചെയ്യണം, പക്ഷെ 0.01 ചെയ്യുന്നില്ല, സ്റ്റാൻഡേർഡ് ലോട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് എൻട്രീസ് ആണെന്ന് ഗ്രൂപ്പിലിട്ടത്. ഒന്ന് സപ്പോർട്ട് റെസിസ്റ്റൻസ് പ്ലസ് ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി. ഇതിനെ കുറിച്ചിട്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. നമുക്ക് 70% വിന്നിംഗ് റേറ്റ് ഉള്ള സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ ഇന്ന് പറഞ്ഞ കാര്യം, ഇന്നലെ പറഞ്ഞ ഇതാണ് സെറ്റപ്പാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് പ്ലസ് ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പിൽ 2 ട്രേഡ് പബ്ലിക്കായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 ട്രേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 2 ട്രേഡ് എടുത്ത ആളുകൾ എനിക്ക് തോന്നുന്നു, ഒന്ന് ജിയാസ് എടുത്തിട്ടുണ്ട്, ഒന്ന് ആരെടുത്തിട്ട് ഡെറിൻ എടുത്തിട്ടുണ്ട്. 2 സക്സസ് ആയിരുന്നു അല്ലെ? ജിയാസ് ആൻഡ് ഡെറിൻ ആയിരുന്നില്ലേ? 2 സക്സസ് ആയിരുന്നു. ഓക്കെ, വേറെ ആരാ? അൻവർ എടുത്തിരുന്നോ അല്ലെ? ഞാനിത് എനിക്ക് ലോങ് ട്രേഡ് ആണ് പറഞ്ഞത്. അല്ല, ഞാൻ 2 ട്രേഡ് പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ സെറ്റപ്പ് പ്രകാരം വരുന്നു, നിങ്ങൾ ആരെങ്കിലും നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇട്ടതല്ല, പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ സെറ്റപ്പ് പ്രകാരം 2 ട്രേഡ് എന്ന് പറഞ്ഞു. 2 സക്സസ് ആയിരുന്നു. ഒന്ന് വലിയൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, 2ഉം അത്യാവശ്യം മോശമില്ലാത്ത പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഡെറിന് എത്ര കിട്ടി അതിൽ പ്രോഫിറ്റ്? എനിക്ക് $7. $7 $6 രണ്ടെണ്ണം ഒരുമിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. 6.95 കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റേത് ജിയാസിന് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു അതില്? യെസ് എന്ന് പറഞ്ഞിട്ട് 52 അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ? 2 എടുത്തിട്ടുണ്ടായിരുന്നു ജിയാസ്? ഞാൻ പറഞ്ഞതാണ് കേട്ടോ, ഞാൻ ഇട്ടതല്ല, പറഞ്ഞ 2 ഓർക്കുന്നുണ്ടോ? പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സെറ്റപ്പ് പ്രകാരം വന്നിട്ടുണ്ടെന്നുള്ളത്. ആദ്യത്തെ ജിയാസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. രണ്ടാമത്തേല് ജിയാസിന്റെ കമന്റ് എടുത്തുണ്ടായിരുന്നു അല്ലെ? ഓക്കെ, എനിവേ നമ്മൾ സക്സസ് ആയിരുന്നു അത്. അപ്പോ ഇന്നിപ്പോ നോക്കുന്ന സമയത്ത് നമ്മൾ ഇട്ട 2 പറഞ്ഞ 2 കൂട്ടിയിട്ട് മൊത്തം 4 ട്രേഡാണ്. 4 ട്രേഡിൽ നമുക്ക് 3 സക്സസും 1 ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ലോസ് എന്ന് പറയാൻ കാരണം അത് അവിടെ ഒരു കൺഫ്യൂഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ലോസിലേക്ക് തന്നെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ കീർത്തിക്കാണ് ഇട്ടിരുന്ന ആള്. കീർത്തി ഇട്ടിട്ട് പറഞ്ഞിരുന്നത് തൊട്ടടുത്ത് എന്താണ് റെസിസ്റ്റൻസ് ഉണ്ട്, തൊട്ടടുത്ത റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ട്രേഡ് അവോയ്ഡ് ചെയ്യണമെന്ന്. റെസിസ്റ്റൻസ് ഓർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, സ്ട്രോങ് റെസിസ്റ്റൻസ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ട്രേഡ് അവോയ്ഡ് ചെയ്യണമെന്ന് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എന്തായിരുന്നു, അത് ഡെറിന് അത് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരാളെങ്കിലും എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വാലിഡ് ആയിരിക്കും. അപ്പോൾ എനിവേ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടതാണ്, എൻട്രി എടുത്തു, അത് വാലിഡ് ആയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലോസ് സംഭവിച്ചുകൊണ്ട് നമ്മൾ എന്ത് ലോസ് ആയിട്ട് തന്നെ ബുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ലോസ് ആയിട്ട് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് 2 ട്രേഡ് വന്നിരിക്കുന്നത്. കീർത്തിക്കിന്റെ ആദ്യത്തെ ട്രേഡ് 120 പിപ്പ് പ്രോഫിറ്റും, രണ്ടാമത്തേല് 120 പ്രോഫിറ്റും, രണ്ടാമത്തേല് 140 ലോസും ആണ് സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ -20 അവിടെ വന്നിട്ടുണ്ട്. പിന്നെ 2 ട്രേഡ് ഇട്ടിരിക്കുന്നത് ഞാനായിരുന്നു. നിങ്ങൾക്ക് അത് ട്രേഡിനെ കുറിച്ച് ഞാൻ എടുത്ത ട്രേഡ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. 2 വലിയ ട്രേഡുകളായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലെ? എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുണ്ടാവില്ല അല്ലെ? 2 ട്രേഡ് ആയിരുന്നു. 2ഉം നല്ല ട്രേഡ് ആയിരുന്നു, വലിയ ട്രേഡുകളായിരുന്നു. യൂഷ്വലി ഞാൻ തരുന്ന ട്രേഡുകൾ, ഞാൻ പുതിയ ആളുകളോടാണ് പറയുന്നത്, ഞാൻ തരുന്ന ട്രേഡ് അഡ്വാൻസ് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി പ്ലസ് അതിൻ്റെ ഉള്ളിൽ കുറച്ച് കൺഫർമേഷൻ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ തരുന്ന ട്രേഡുകൾ. ഞാൻ എടുക്കുന്ന ട്രേഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും, വലിയ ടാർഗറ്റ് ഉണ്ടാവും. സ്റ്റോപ്പ് ലോസ് വലുതുണ്ടാവും, നിങ്ങൾ അതും കൂടി ആലോചിക്കണം, അല്ലെങ്കിൽ അതുകൂടി മനസ്സിലാക്കണം. വലിയ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും, വലിയ ടാർഗറ്റ് ഉണ്ടാവും. ഒരു പക്ഷേ മുകളിൽ കീർത്തിക്ക് ഇടുന്ന ട്രേഡ് 1, 2, 3 നിങ്ങൾക്ക് നഷ്ടം വന്നാലും, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ലോസ് അടിച്ചാലും, ഇതിൽ ഒരു ട്രേഡ് കിട്ടിയാൽ മതി നിങ്ങളുടെ എന്തായിരിക്കും, അത്
റിക്കവർ ആയി കിട്ടും. തിരിച്ചും സംഭവിക്കാം. ഒരു ട്രേഡ് നിങ്ങൾക്ക് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ കീർത്തിക്ക് തരുന്ന 2 3 ട്രേഡ് പ്രോഫിറ്റ് ആയിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ലോസിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മിക്ക സമയങ്ങളിലും ഞാൻ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താറുണ്ട്. ആരെങ്കിലും ഒരാൾ പ്രോഫിറ്റിലായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ച് സ്റ്റോപ്പ് ലോസ് വെക്കാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പതിയെ നിങ്ങൾക്ക് മനസ്സിലാവും. പതിയെ, കാരണം എന്ന് വെച്ചാൽ ഓവറോൾ പ്രോഫിറ്റ് ആവാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ നടത്താറുണ്ട് അവിടെ ചില സമയങ്ങളിൽ. മിക്ക സമയങ്ങളിലും ചില സമയം മിക്ക സമയങ്ങളിലും നടത്താറുണ്ട്. അപ്പോൾ എനിവേ ഇത്രയാണ് എടുത്തത്. ഞാൻ ആദ്യം തന്ന ട്രേഡാണ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഹിറ്റ് ആയത്. ജിൻസൺ ഇപ്പോഴൊന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ടോ അതോ എക്സിറ്റ് ആയോ? ഹോൾഡറാണ് സാർ, ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി നമ്മൾ ഇതിപ്പോ 1750 എന്ന് പറഞ്ഞ എമൗണ്ട് ആക്ച്വലി ഞാൻ ടാർഗറ്റ് കൊടുത്ത എമൗണ്ട് ആണ്. ഇത് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ ഹോൾഡ് ചെയ്തോ, ഉണ്ടെങ്കിൽ ഹോൾഡ് ചെയ്തോ, ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ ജിൻസൺ എപ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ മുന്നും പറഞ്ഞ പോലെ SL ട്രയൽ ചെയ്യണം, കിട്ടിയ പ്രോഫിറ്റ് കളയരുത് കേട്ടോ. പിന്നെ ഇത് രണ്ടാമത് കെടുക്കുന്ന ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് റിവേഴ്സിൽ വന്നൊരു സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്താണ് അവിടുന്ന് ഒരു തിരിച്ചുവരവുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തൊരു ട്രേഡാണ് ഇത്. അത് കുറച്ച് ആളുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം എനിക്ക് തോന്നുന്നു $6 $7 ഒക്കെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു ഫുൾ പ്രോഫിറ്റ് കിട്ടിയ ആളുകൾ ആരൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്നാലും ഫുൾ പ്രോഫിറ്റ് ആരോ എടുത്തിട്ടുണ്ടായിരുന്നു. ജിയാസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല? ഫുൾ പ്രോഫിറ്റ് ഇല്ല, ജിയാസ് എടുത്തിട്ടില്ല. വേറെ ആരോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഫുൾ ടാർഗറ്റ് ഹിറ്റ് ആയ ആളെ. എൻട്രി പോയിന്റ് കുറച്ചുകൂടെ താഴത്തുനിന്ന് കിട്ടിയ കുഴപ്പമില്ല. എന്നാലും ഫുൾ ടാർഗറ്റ് കിട്ടില്ല. അത് എൻട്രി പോയിന്റ് എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്ന് വരില്ല. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, അത് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഓവറോൾ ഇന്നത്തെ PL എന്ന് പറയുന്നത് 2430 ആണ്. ഇത് സ്റ്റാൻഡേർഡ് ലോട്ടിലാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മളിവിടെ പല ആളുകളും 0.01 എടുത്തിട്ടുണ്ടാവുക. പക്ഷെ സ്റ്റാൻഡേർഡ് ലോട്ടിലാണ് 2430 എമൗണ്ട് എന്ന് വെച്ചാൽ $2430 പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് സ്റ്റാൻഡേർഡ് ലോട്ടിലാണ് വരുന്നത്. എനിവേ ഇതാണ് ഇന്നത്തെ റിസൾട്ട്. ഇനി ഒരു ട്രേഡിന് വേണ്ടി നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല റിവേഴ്സൽ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് ട്രേഡ് എടുക്കാം. അങ്ങനെ വരികയാണെങ്കിൽ അത് ഇന്നത്തെ ഇതിൽ വരില്ല, നാളത്തേക്ക് നമുക്ക് കൂട്ടാം. നാളത്തെ റിസൾട്ടിൽ നമുക്കത് കൂട്ടാം. എനിവേ ഇന്ന് എടുത്ത 4 ട്രേഡ് എങ്ങനെയായിരുന്നു, എന്തായിരുന്നു എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ച് പോവാം. ഞാൻ അതിന് ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്യാം, അതിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ട് ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യാം. ഈ ഒരു ട്രേഡ് പുതിയ ആളുകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കീർത്തിക്ക് ഇട്ടതാണ്, ഗ്രൂപ്പിൽ കീർത്തിക്ക് ഈ ട്രേഡ് ഏറെക്കുറെ ഇവിടെ എത്തുന്ന സമയത്ത് ആരാണ് കീർത്തിക്ക് എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടായിരിക്കും, പുതിയ ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കും. അതൊക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം. ഏറെക്കുറെ ഇവിടെ എത്തുന്ന സമയത്ത്, ഇവിടെ നിന്ന് റിവേഴ്സിൽ എത്തുന്ന സമയത്ത് കീർത്തിക്ക് ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു. അത് ജനറേറ്റ് ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറും 12 വിപ്പാണ് കിട്ടിയിരുന്നത്. എനിവേ 12 വിപ്പാണെങ്കിൽ പോലും നമ്മുടെ ഒരു സ്ട്രാറ്റജി പ്രകാരം അത് സക്സസ് ആയിരുന്നു. ഇതിൽ 2 എൻട്രി ടൈപ്പ് ഉണ്ടായിരുന്നു. 2 എൻട്രി ടൈപ്പ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുത്ത രീതിയിൽ അല്ലെങ്കിൽ ട്രേഡ് റൂട്ടിന്റെ രീതിയിൽ കീർത്തിക്ക് ഇവിടെ നിന്നായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഒരു സ്ട്രാറ്റജി പുതിയ ആൾക്കാർക്ക് മനസ്സിലായിണ്ടാവില്ല. പഴയ ആൾക്കാരോടാണ് പറയുന്നത്. ഇവിടെ 1 ഇത് വരച്ചു കീർത്തിക്ക്, രണ്ടാമത്തെ ഇവിടെ വരച്ചു, മൂന്നാമത്തെ എൻട്രി ഇതിലെടുത്തു. വളരെ കറക്റ്റ് ആണ് വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് പ്രകാരമൊക്കെ വളരെ കറക്റ്റ് ആണ്. പിന്നെ ഒരു സേഫർ സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് റിവേഴ്സലിന് വേണ്ടിയിട്ട് കീർത്തിക്ക് വെയിറ്റ് ചെയ്ത് നിന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് ഇത്തിരി അകലെ ആയതുകൊണ്ട് റിവേഴ്സലിന് വേണ്ടിയിട്ട് കാത്തിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വലിയ ക്യാൻഡിൽ കയറിയ സമയത്താണ് കീർത്തി ഗ്രൂപ്പിൽ ഇട്ടത്. അത് ഗ്രൂപ്പിൽ ഇട്ടതിന് ശേഷം അത് കറക്റ്റായിട്ട് എന്തായിട്ടുണ്ട്, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, അത് TP അടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സക്സസ്ഫുൾ ആയുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ആക്ച്വലി ഇതിൽ കീർത്തി മിസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന അല്ലെങ്കിൽ നമ്മുടെ അഡ്വാൻസ് ലെവലിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നായിരുന്നു ആക്ച്വലി തുടങ്ങേണ്ടത്. കീർത്തിക്ക് മനസ്സിലായത്? ഇവിടെ നിന്നായിരുന്നു തുടങ്ങേണ്ടത് അത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്, ഇതൊരു 5 മിനിറ്റ്സിന്റെ കൂടി ട്രെൻഡ് ലൈൻ ആയിരിക്കും. നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരു 5 മിനിറ്റ്സിന്റെ ട്രെൻഡ് ലൈനും കൂടി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയായിരുന്നെങ്കിൽ കീർത്തിക്കിന് എന്ത് ചെയ്യാൻ, ഈ ഒരു എൻട്രി ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയേനെ. മനസ്സിലായോ കീർത്തി? ഈ ഒരു എൻട്രി ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റിയേനെ. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ എന്താണ്, വലിയൊരു ടാർഗറ്റും കിട്ടിയേനെ നമുക്ക്. സ്റ്റോപ്പ് ലോസ് ഇതിന്റെ താഴെ വെക്കുകയാണെങ്കിൽ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസും ഒരു വലിയ ടാർഗറ്റും കിട്ടിയേനെ. എനിവേ ഇത് അടുത്ത തവണ ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും വലിയ ടൈം ഫ്രെയിമിന്റെ ട്രെൻഡ് ലൈൻ ഉണ്ടോ നോക്കുക, അടുത്ത ട്രെൻഡ് ലൈൻ ഉണ്ടോ നോക്കുക, എന്നിട്ട് അതിന്റെ സപ്പോർട്ട് നോക്കുക. ആ ഒരു സപ്പോർട്ടിനെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എൻട്രി എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ. ഒന്നാമത്തെ എൻട്രിയുടെ ഡീറ്റെയിൽ ആണ് പറഞ്ഞത്. ഒന്നാമത്തെ എൻട്രിയിൽ പുതിയ ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായിണ്ടാവില്ല, പഴയ ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാൻ വരച്ച് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വരച്ച് കാണിക്കുന്നില്ല. വരച്ചൊക്കെ ഞാൻ കാണിക്കാം. നമ്മുടെ ഈ സ്ട്രാറ്റജി സെറ്റപ്പ് നമ്മൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന സമയത്ത് വരച്ച് കാണിക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രം. ഇതാണ് രണ്ടാമത്തെ എൻട്രി എന്ന് പറയുന്നത്. അതേ പൊസിഷനിൽ തന്നെയായിരുന്നു രണ്ടാമത്തെ എൻട്രി വന്നത്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം പറ്റിയത് വെച്ചാൽ കീർത്തിക്കിന് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എൻട്രി പോയിട്ട് ആയിരുന്നല്ല, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം അവിടെ തൊട്ടടുത്ത റെസിസ്റ്റൻസ്, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എല്ലാവർക്കും നോക്കിയാൽ അറിയാം. കാരണം 1
അത് പറഞ്ഞാൽ ഞാൻ എടുക്കണ്ട. അത് 2-3 പക്ഷെ അതിന്റെ ഇടയിൽ ഇവിടെ ആരോ ഗ്രൂപ്പിൽ എടുത്തിരുന്നു. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചോളൂ. അവർ റെസിസ്റ്റൻസ് ഉണ്ട്, മാക്സിമം എടുക്കാതിരിക്കാൻ നല്ലതെന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ അഡ്വൈസ് കൊടുത്തോളൂ കീർത്തി കേട്ടോ. പക്ഷെ ഓൾറെഡി ഡെറിൻ അത് എടുത്തു. ഡെറിൻ അത് എടുത്ത സ്ഥിതിക്ക് എന്തായിരുന്നു മാർക്കറ്റ് റിവേഴ്സിൽ വന്നു. റിവേഴ്സ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വന്ന് നമ്മുടെ SL ഹിറ്റ് ചെയ്തു. SL ഹിറ്റ് ചെയ്ത സമയത്ത് 14 പിപ്പാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വന്നത്. എനിവേ അത് നമ്മൾ സ്റ്റോപ്പ് ലോസിൽ തന്നെ കൗണ്ട് ചെയ്യുന്നു. നേരത്തെ ഞാൻ പറഞ്ഞിട്ട് കൗണ്ട് ചെയ്യുന്നു, കാരണം നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടതാണ്. ഒരാൾ ഗ്രൂപ്പിലിട്ട ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, അത് കൗണ്ടിലായിട്ട് കൂട്ടുതന്നെ വേണം. ഓക്കെ, എനിവേ അത് നമ്മൾ SL ആയിട്ട് തന്നെ എടുക്കുന്നു. ഇവിടെ ഒരു പ്രശ്നം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എന്താണ് 3 സെക്ഷൻസ് പ്രധാനമായിട്ടുണ്ട്. 3 സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യൻ സെക്ഷന്റെ കൂടെ തന്നെ എന്ത് സെക്ഷൻ ഉണ്ട്? സിഡ്നി സെക്ഷൻ ഉണ്ട്, പിന്നെ നമുക്ക് ലണ്ടൻ സെക്ഷൻ ഉണ്ട്, പിന്നെ പിന്നെ ന്യൂയോർക്ക് സെക്ഷൻ ഉണ്ട്. ഈ 2 ഹൈ ഞാനിവിടെ മാർക്ക് ചെയ്ത 2 ഹൈ എന്ന് പറയുന്നത് ഏഷ്യൻ സെക്ഷന്റെ ഹൈ ആയിരുന്നു. സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രമല്ല, ഏഷ്യൻ സെക്ഷന്റെ ഹൈ ആയിരുന്നു. ഈ ഹൈ വന്ന സമയത്താണ് ഹൈയിൽ നിന്ന് റിജക്ഷൻ കിട്ടി എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഇവിടെ നല്ല രീതിയിൽ എന്തുണ്ടാവും? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഡേ ഹൈ, വീക്കിലി ഹൈ, അതുപോലെ തന്നെ മന്ത്ലി ഹൈയിൽ നിന്നൊക്കെ റിജക്ഷൻ കിട്ടാണ് റിവേഴ്സലിൽ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അതേ കാര്യം തന്നെയാണ് ഇവിടെ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെക്ഷന്റെ ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താണ്. അതൊരു സെക്ഷൻ ഹൈനെ ബ്രേക്ക് ചെയ്ത് റിജക്ഷൻ കിട്ടിയതാണ്, സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ കിട്ടിയതാണ്. അങ്ങനെ വരുന്ന സമയത്ത് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത, മൂവ്മെന്റ് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത എന്ന് വെച്ചാൽ അപ്പ് മൂവ്മെന്റ് ആയിരുന്നു, ആ മൂവ്മെന്റ് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ ഒരു എൻട്രി സമയത്ത് ഞാൻ അവിടെ പറഞ്ഞിരുന്ന കാര്യം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? സാർ അതിനു മുമ്പ് കീർത്തിക്ക് ചോദിച്ചപ്പോ പറഞ്ഞായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് കീർത്തിക്ക് ഇത് ഇട്ടത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്, അല്ലെ എടുക്കൂല. ഞാൻ പറഞ്ഞതല്ലോ. സാറിനോട് സജഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കീർത്തിക്ക്. ഞാൻ പറഞ്ഞതല്ലോ. ഇല്ല, ഞാൻ അവിടെ പറഞ്ഞിട്ട് മാർക്കറ്റ് ഗീവ്സ് ഇൻഡിക്കേഷൻ ഫോർ ഷോർട്ട് ടൈം ട്രെൻഡ് ചേഞ്ച് ബട്ട് നോട്ട് കൺഫേം, വെയിറ്റ് ഫോർ കൺഫർമേഷൻ. ഓക്കെ, അതിനു മുന്നേ കീർത്തിക എന്നോട് ചോദിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു വെയിറ്റ് റിജക്ഷൻ കാണിക്കുന്നുണ്ട് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ചെയ്യുകയാണെങ്കിൽ താഴോട്ട് വരുന്നു, റിജക്ഷൻ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ താഴോട്ട് വരുന്നതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ ഡെറിൻ? റിജക്ഷൻ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്, റിജക്ഷൻ കാണിക്കുന്നുണ്ട്, സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ താഴോട്ട് വരും എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? റിജക്ഷൻ കാണിക്കുന്നുണ്ട്, സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ താഴോട്ട് വരും എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് കൊടുത്തിരുന്നത്? ആരെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിരുന്നു എന്താണ് മാർക്കറ്റ് ഷോർട്ട് ടൈം റിവേഴ്സൽ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? കേട്ടിട്ടുണ്ടോ? റിവേഴ്സൽ തരാനുള്ള സാധ്യതയുണ്ട്, റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടില്ലേ? 6-7 പേര് അതിന് ലൈക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? കണ്ടിട്ടുണ്ട്. അവിടെ ഞാനത് എൻട്രിക്ക് വരികയാണ്. ഇതാണ് എൻട്രി. ഈ എൻട്രി ആക്ച്വലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇവിടുന്ന് റിവേഴ്സൽ വന്നിട്ട് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാത്തത് കൊണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഇവിടെ എൻട്രി പറയാതിരുന്നു. ഐ മീൻ ഇവിടേക്ക് എൻട്രി പറയാതിരുന്നു. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല കേട്ടോ. ആക്ച്വലി നിങ്ങൾക്ക് നോക്കുമ്പോൾ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അതിന്റെ വിക്ക് വന്നിട്ട് റിജക്ഷൻ ആണ് പോയിരിക്കുന്നത്. 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. 3 മിനിറ്റിലാണെങ്കിൽ ഇതെന്താണ് ഒരു റിജക്ഷൻ വിക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് ക്ലോസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇവിടുന്ന് എൻട്രി പറയാതിരുന്നു ആക്ച്വലി. പക്ഷെ ഇത് തിരിച്ചിറങ്ങിയ സമയത്ത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു പോയിട്ടുണ്ട്, നമ്മുടെ സെറ്റപ്പിലേക്ക് തന്നെ വരുമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ സെറ്റപ്പിൽ വന്നപ്പോൾ ഇവിടെ എടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്, അല്ലെ? ഇതെല്ലാവരും നമ്മുടെ സെറ്റപ്പിൽ വന്ന സമയത്ത് എടുത്തില്ല, എടുത്തു. പക്ഷെ അത് സ്റ്റോപ്പ് ലോസിന്റെ തൊട്ടടുത്ത് വരെ വന്നിട്ടാണ് തിരിച്ചു വന്നത്. സ്റ്റോപ്പ് ലോസ് SL ആരെങ്കിലും അടിച്ചോന്ന് എനിക്കറിയില്ല, പിപ്പിന്റെ ഇതുകൊണ്ട് SL ആർക്കെങ്കിലും അടിച്ചോന്ന് എനിക്കറിയില്ല. തൊട്ടടുത്ത് സ്റ്റോപ്പ് ലോസിന്റെ അടുത്ത് വന്നിട്ടാണ് വലിയൊരു വീഴ്ച വന്നത്. ഏകദേശം നമുക്കത് 70 പിപ്പോളം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. 70 പിപ്പോളം നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം മോശമില്ലാത്തൊരു ട്രേഡായിരുന്നു. 70 പിപ്പോളം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ആ ട്രേഡ്. ഇതാ ട്രേഡിന്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞു, കീർത്തിനോട് പറഞ്ഞ അതേ റീസൺ തന്നെയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് റിജക്ഷൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിന്റെ നിയറസ്റ്റ് ലോ ബ്രേക്ക് ചെയ്യും അല്ലെങ്കിൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഇവിടേക്ക് എത്തുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു ഷോർട്ട് ടൈം റിവേഴ്സൽ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ വന്നു. ഷോർട്ട് ടൈം റിവേഴ്സൽ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞ് ഇവിടെ കറക്റ്റ് ഏരിയയിൽ നിന്നല്ലേ പോയത്? ജിൻസ ഇവിടെ നിന്നല്ലേ പോയത്? കാരണം ഞാൻ ആ സമയത്ത് കുറച്ച് തിരക്കായിരുന്നു. ഒരു പൊട്ടിക്കാണ്ട് താഴോട്ടേക്ക് ഇറങ്ങി തോന്നുന്നുണ്ട് അല്ലേ? കുറച്ചിറങ്ങിയിട്ട് പോയത്. ഞാൻ പറഞ്ഞിരുന്നു. അതും ഞാൻ അവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ കൺഫർമേഷൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എടുക്കുന്ന ട്രേഡ്
ഈ ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഞാനിപ്പോ നിങ്ങളുടെ ഇപ്പൊ ജിൻസ് ഇപ്പോൾ റണ്ണിങ്ങിൽ എടുക്കുന്ന ട്രേഡ്, അതായത് താഴത്തുനിന്ന് മുകളിലോട്ടുള്ള ബൈ ട്രേഡ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് ഒരു എക്സ്ട്രീം ലെവലിൽ നിന്നല്ല എടുക്കുന്നത്, നമ്മൾ എടുക്കുന്ന ഒരു മിഡ് ലെവലിൽ നിന്നൊക്കെ ആയിട്ടാണ് എടുക്കുന്നത്. മിഡ് ലെവലിലാവുമ്പോൾ നമുക്ക് എന്ത് അഡീഷണൽ കൺഫർമേഷൻ നമുക്ക് എപ്പോഴും എടുക്കുന്നത് നല്ലതാണ്. അതിനാണ് ഞാൻ അഡീഷണൽ കൺഫർമേഷൻ വേണ്ടി വരുന്നുള്ളത് പറഞ്ഞത്. ജിൻസ് ആ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അപ്പോൾ കുറച്ച് തിരക്കിന്റെ മുകളിൽ ഞാൻ പെട്ടുപോയി, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ അടുത്ത ട്രേഡിലേക്ക് പോവാം. ഇത് നമുക്ക് എന്തായിട്ടുണ്ട്, 70 വിപ്പ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്, ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ട്രേഡ് എന്ന് പറയുന്നുള്ളത് ഗ്രൂപ്പിൽ ആദ്യം പ്ലേസ് ചെയ്ത ട്രേഡ് ആയിരുന്നു. കാണുന്നുണ്ടല്ലോ അല്ലെ? ഇതാണ് ട്രേഡ് കേട്ടോ. ഈ ഒരു ഏരിയ ആണ് ട്രേഡ് അല്ലെ? ഗ്രൂപ്പിൽ ആദ്യം പ്ലേസ് ചെയ്ത ട്രേഡ് ഇതായിരുന്നു. ഈ ഒരു ട്രേഡ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, ഇപ്പോ ക്ലോസ് ആയത് അല്ലെ ജിൻസ? ഈ ഒരു ട്രേഡ് അല്ലേ ക്ലോസ് ആയത്? ഒരു മിനിറ്റ്, ഞാൻ അതിന്റെ തിരുവണി ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ഉണ്ടോ നോക്കട്ടെ. നമ്മൾ ആദ്യം പറഞ്ഞ ട്രേഡ് രണ്ടാമതാണ് എക്സിക്യൂട്ട് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ ട്രേഡ് എക്സിക്യൂട്ട് ആവാൻ കാരണം ആദ്യത്തെ ട്രേഡ് നമുക്ക് ആദ്യം കിട്ടിയ ട്രേഡ് മുകളിലോട്ട് പോയി റിജക്ഷൻ കണ്ട് ആ റിജക്ഷനിൽ നിന്ന് താഴോട്ട് വന്ന ഈ ഏരിയയിലേക്ക് വന്ന സമയത്താണ് കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്തത്. SL അടിച്ചിട്ടില്ല. ഞാൻ SLന്റെ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി പോന്നിട്ടില്ല. ഈ ഒരു ബ്ലാക്ക് ഹാൻഡിലെ മുകളിൽ നിന്നാണ് കയറി പോയത് അല്ലെ ജിൻസ? ഈ ഒരു ബ്ലാക്ക് ഹാൻഡിലെ മുകളിലാണ് കയറി പോയത്, താഴോട്ടേക്ക് ഇറങ്ങിയിട്ടില്ല, SL അടിച്ചിട്ടില്ല. ഇതും എൻട്രി എടുക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എന്താണ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞ് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞ് വീണ്ടും ഒരു ചെറിയ സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെയും അത് അപ്രോച്ച് ചെയ്യുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിൽ വരുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും, എല്ലാവരോടും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്നുള്ള കറക്ഷൻ, നമ്മൾ യൂഷ്വലി പറയുന്നത് എന്താണ്, കറക്ഷൻ ലെഗ് എന്ന് പറയാറ് അല്ലെ? ആ കറക്ഷൻ ലെഗ് ഇത്രയും കൂടി സ്ട്രോങ് ആയിരിക്കും. സ്ട്രോങ് ആക്കിയ ഏരിയയിലേക്ക് എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം താഴോട്ടേക്ക് ഇറങ്ങി വരും. അപ്പോൾ നിയറസ്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഈ പറഞ്ഞ ഏരിയ. മോഡിൽ നിന്ന് താഴോട്ടേക്ക് മുകളിലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. അതാണ് ഈ ഈ ഒരു ബ്ലാക്ക് ലൈൻ വരച്ചത്. ബ്ലാക്ക് ലൈൻ എല്ലാവർക്കും മനസ്സിലാവുന്ന തോന്നുന്നു, കാരണം നിറയെ ബ്ലാക്ക് ലൈൻ ആയതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ ഏരിയയിലേക്ക് പോയി ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇതിന്റെ മുകളിൽ നിൽക്കണമായിരുന്നു പറഞ്ഞ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഇതിന്റെ മുകളിൽ നിന്നാൽ മാത്രം എൻട്രി എടുത്താൽ മതി എന്നുള്ളത് ഞാൻ അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനാലിസിസ് ആരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു? ഇതിന്റെ മുകളിൽ എൻട്രിയിൽ നിർത്തിയാൽ മാത്രമേ നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നാൽ മാത്രമേ നമുക്ക് എൻട്രി എടുക്കാൻ പാടുള്ളൂ എന്നുള്ള അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മുകളിൽ നിന്നു, ഇവിടുന്ന് റിജക്ഷൻ വന്ന സമയത്ത് ആദ്യം റിജക്ഷൻ എൻട്രി കൗണ്ടർ ട്രെൻഡ് എടുത്തു. കൗണ്ടർ ട്രെൻഡ് കറക്റ്റ് ഈ ഏരിയയിൽ വന്ന സമയത്ത് എന്നോട് ജിൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് എടുക്കാനായോ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൺഫർമേഷൻ കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺഫർമേഷൻ എനിക്ക് തോന്നുന്നു കൺഫർമേഷൻ പറയാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല, ആ സമയത്ത് ഞാൻ തിരക്കിലായിരുന്നു. പക്ഷേ ജിൻസിന് കുറച്ച് പേര് കറക്റ്റ് ആയിട്ട് എടുത്തു. എന്ത് ബേസ് ചെയ്തിട്ട് എന്ത് കൺഫർമേഷൻ ബേസ് ചെയ്തിട്ട് അവർ എടുത്തതെന്ന് എനിക്കറിയില്ല. എനിവേ നമ്മുടെ ഏരിയ ബേസ് ചെയ്തിട്ട് ട്രേഡ് സക്സസ് ആണ്. ഇപ്പോഴും റണ്ണിങ്ങിൽ തന്നെയാണ് പോകുന്നത്, സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോകുന്നത്. ഇതിന് നമുക്ക് വലിയൊരു ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 170 പിപ്പോളം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ലോട്ടിൽ പറയുകയാണെങ്കിൽ $1750 നമ്മൾ അതിന് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. 170 മുകളിൽ ചില്ലറ കളക്ട് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ലോട്ടിൽ പറയുകയാണെങ്കിൽ $1750 നമ്മൾ ഒരു ട്രേഡിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ ട്രേഡിംഗ് ഡേ ആയിരുന്നു. മോശമില്ലാത്ത പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. ലോസ് വന്ന ആരെങ്കിലും ഉണ്ടോ ഇന്നത്തെ ട്രേഡിംഗിൽ? എനിക്ക് ലോസ് ഉണ്ടായിരുന്നു, ഇപ്പൊ അത് കവറായിരുന്നു. ഓക്കെ, വേറെ ആരാള് ഓവറോൾ ലോസ് വന്ന ആരെങ്കിലും ഉണ്ടോ? വന്നോ? റിജക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വേറെ ആരെങ്കിലും ഓവറോൾ ലോസ് വന്നിട്ടുണ്ടോ? വേറെ ആർക്കെങ്കിലും ഓവറോൾ ലോസ് വന്നിട്ടുണ്ടോ? ഓക്കെ, പറയാനുള്ളത് വളരെ കൃത്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട സിഗ്നൽ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്തിട്ട ആളുകളാണെങ്കിൽ ഇന്നിപ്പോൾ ലോസ് വരില്ല. ഈ സിഗ്നൽ എന്ന് പറയുന്നത് നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിന്റെ ബേസ് ചെയ്തിട്ടുള്ള സിഗ്നൽസ് ആണ് നമ്മൾ ഗ്രൂപ്പിലിടുന്നത്. ആണല്ലോ, എല്ലാവർക്കും അത് മനസ്സിലായെന്ന് തോന്നുന്നു. ഗ്രൂപ്പിലിടുന്നത് നമ്മൾ പഠിച്ചതിന്റെ ഭാഗമായിട്ടുള്ളത്. ഇന്ന് ട്രേഡ് ചെയ്ത് ലോസ് വന്ന ആളുകളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നിങ്ങളുടെ ട്രേഡ് എല്ലാം ഗ്രൂപ്പിൽ വരുന്ന സിഗ്നൽ ബേസ് ചെയ്ത് ചെയ്യുക. പേഴ്സണലി എടുത്ത് പ്രോഫിറ്റ് ആണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. പക്ഷെ ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, എല്ലാവർക്കും ലോസ് എന്ന് വരുമ്പോൾ ഒരു ചെറിയ വിഷമം ഉണ്ടാവും. വിഷമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. പക്ഷെ ഗ്രൂപ്പിലും എല്ലായ്പ്പോഴും പ്രോഫിറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഗ്രൂപ്പിൽ എല്ലായ്പ്പോഴും പ്രോഫിറ്റ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേഴ്സണലി എടുക്കുന്നതുകൊണ്ട് എനിക്ക് വിരോധമില്ല. കാരണം പേഴ്സണലി എടുത്ത് ചിലപ്പോൾ വിൻ ചെയ്യുന്ന ആളുകളായിരിക്കും നിങ്ങൾ. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ ഗ്രൂപ്പിൽ ഇടുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഴ്സണലി നിങ്ങൾ എടുക്കുമ്പോൾ എന്തുണ്ടാവും, കൂടുതൽ എന്താ സംഭവിക്കുക, റിവെഞ്ച് ട്രേഡ് അങ്ങനെയുള്ള മറ്റുള്ള ട്രേഡുകൾ, നിങ്ങൾ ഓവർ ട്രേഡ് കാര്യങ്ങളൊക്കെ സംഭവിച്ച് നിങ്ങളുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അല്ലേ?
വളരെ കൂടുതലാണ്. ഗ്രൂപ്പിലാവുമ്പോൾ എന്താ വെച്ചാൽ അതിന് കൺട്രോൾ ഉണ്ടാവും. ഗ്രൂപ്പിൽ എന്താണ് ലിമിറ്റഡ് ട്രേഡ് മാത്രമേ പറയുന്നുള്ളൂ. ലോസ് ആണെങ്കിലും അതിലൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്. നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച് ഇറങ്ങി പോരാൻ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് കഴിയും, അല്ലെങ്കിൽ ഗ്രൂപ്പിലെ ട്രേഡ് മാത്രം എടുക്കുന്ന ആളുകൾക്ക് കഴിയും. പക്ഷെ പേഴ്സണലി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് കഴിഞ്ഞുകൂടണമെന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഗ്രൂപ്പിലെ ട്രേഡിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറയുന്നത്. എല്ലാവർക്കും ഗ്രൂപ്പിലെ ട്രേഡിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, എനിവേ ഇന്നത്തെ അനാലിസിസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രൂപ്പിലിട്ട 1-2 പോയിന്റ് കൂടി പറയണം എന്നുണ്ട്.